ഗിവ് അവേ ഇപ്പോൾ ഗിവ് അവേയുടെ കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് നമ്മളും ഒരു ഗിവ് അവേ തരാൻ തീരുമാനിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട ഫോളോവേഴ്സായ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് നിസ്സാരമായിട്ടുള്ള റൂൾസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരാളെ വെച്ച് മെൻഷൻ ചെയ്യുക. ഇങ്ങനെ എത്രത്തോളം നിങ്ങൾ ഒരാളെ മെൻഷൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ കൂടും. എന്ന ഗിവ് അവേ വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സത്യമാണ് നമ്മൾ ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത്. കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗിവ് അവേസിൻ്റെ ഒരു മേളം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതിനെ ഈ ഗിവ് അവേസ് തരുന്നവരൊരു വലിയ ആഘോഷമാക്കി മാറ്റുന്നു, അതേപോലെ തന്നെ പങ്കെടുക്കുന്നത് നമ്മളും വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നു. നിസ്സാരം ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ കുറഞ്ഞത് നമ്മൾ 40 രൂപയെങ്കിലും മുടക്കേണ്ടി വരും. 40 രൂപ മുടക്കി നമ്മൾ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കുന്നു. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടി. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എനിക്ക് ശരിയായിട്ടില്ല ഇതുവരെ. ഇനി അതേസമയം ഈ ക്രിയേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, ഇത് പല ഘട്ടം ആളുകളുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഘട്ടം ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു ഗിവ് അവേ പ്രഖ്യാപിക്കുന്നു. ഇത് മഹീന്ദ്ര താർ, ഇത് എൻ്റെ ഫോളോവേഴ്സായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഗിവ് അവേ തരികയാണ്. ചെയ്യേണ്ട നിസ്സാരമായ റൂൾസ്: എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ ഇതിൻ്റെ സ്പോൺസറെ ഫോളോ ചെയ്യുക. എനിക്ക് എപ്പോഴാണോ 25 ലക്ഷം അല്ലെങ്കിൽ 2M വ്യൂസ് അല്ലെങ്കിൽ 2M ഫോളോവേഴ്സ് വരുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ഞാൻ തരും. നിലവിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? നിലവിലൊരു 650 ഫോളോവേഴ്സ് ഉണ്ട്. ഇതാണ് കൂടുതൽ ഗിവ് അവേഴ്സിൻ്റെ ഒരു അവസ്ഥ. കാരണം അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം 25 എത്തുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ പോയാലും ഒരു 3 വർഷമെങ്കിലും ആവും. അപ്പോഴേക്കും ഈ വണ്ടിയുടെ പരിപ്പളക്കും. പിന്നെ ഇത് ഓടി പൊളിഞ്ഞ് പോളിസായ സാധനം നിങ്ങൾക്ക് ഗിവ് അവേ എന്ന് അങ്ങോട്ട് തരും. ഇതാണ് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ പെടുന്ന ആളുകൾ. ഇനി രണ്ടാമത്തെ തലത്തിൽ വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നു, ഗിവ് അവേ നടത്തുന്നു, അവർക്ക് റീച്ച് ഉണ്ടാകുന്നു. അവർ ഓൾറെഡി റീച്ച് ഉള്ള ആളായിരിക്കും, അവർക്ക് റീച്ച് ഉണ്ടാകുന്നു, നിങ്ങൾക്ക് റീച്ച് ഉണ്ടാകുന്നു, നിങ്ങൾക്കും തരുന്നു സംഭവം, നിങ്ങൾക്കും വണ്ടി പ്രോപ്പറായിട്ട് തരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഗിവ് അവേയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ലോട്ടറി എടുക്കണമെങ്കിൽ പോലും നമ്മൾ 40 രൂപ മുടക്കണം. ഇത് നമ്മളൊന്നും മുടക്കണ്ട. ജസ്റ്റ് നമ്മൾ നെറ്റ് റീചാർജ് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറേ ഗിവ് അവേ കമൻറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒരു 2 ഫോളോയും ചെയ്ത് പോകുന്നാലേ കമൻറ്റ് ഇട്ട് കൊടുക്കുന്ന സീനേ ഉള്ളൂ. നമുക്ക് വണ്ടി കിട്ടിയാൽ കിട്ടി. മറ്റേ ഇതിനകത്ത് പറഞ്ഞില്ല, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകത്തില്ല. എനിക്കിതുവരെ ശരിയായിട്ടില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഈ കിട്ടുന്നവരുണ്ട് കേട്ടോ, കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ തലത്തിൽ വരുന്ന ആളുകൾ പറയുന്നൊരു സാധനമുണ്ട്. ആ സാധനം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് തരാം. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. നിങ്ങൾ എത്രത്തോളം കമന്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ വിന്നാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ചങ്ക് ഉണ്ടാവും. ആ ഒരേ ചങ്കിന് മാത്രം മെൻഷൻ ചെയ്യുക കമന്റ് ബോക്സിൽ. എത്ര വേണമെങ്കിലും മെൻഷൻ ചെയ്താലും കുഴപ്പമില്ല. ഈ പോസ്റ്റിലെ കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി കമന്റ് ഇടാം. നിങ്ങൾ എത്രത്തോളം ഫയർ ഇമോജി കമന്റ് ഉണ്ടോ അത്രത്തോളം പിന്നെ ശേഷം ഈ പോസ്റ്റ് നിങ്ങൾ 5 ഫ്രണ്ട്സിന് ഫോർവേഡ് കൊടുക്കാം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ 2 ഫ്രണ്ട്സിനെ മാത്രം മെൻഷൻ ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ മെൻഷൻ ചെയ്യണം അത്രത്തോളം നിങ്ങൾക്ക് വിജയ സാധ്യതയും കാര്യങ്ങളൊക്കെ കൂടും. അപ്പം ഒരു ഫ്രണ്ടിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എത്ര ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗിവ് അവേ കിട്ടാനുള്ള ചാൻസ് കൂടും. പിന്നെ നിങ്ങളുടെ 5 സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇവരെല്ലാം എടുത്തെടുത്ത് പറഞ്ഞൊരു സാധനമാണ്. നിങ്ങൾ ഒരാളെ മെൻഷൻ ചെയ്യൂ, അല്ലെങ്കിൽ 5 പേരെ മെൻഷൻ ചെയ്യൂ. നിങ്ങൾ എത്രത്തോളം ആളുകളെ ഇതിൽ മെൻഷൻ ചെയ്യുന്നു, എത്രത്തോളം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് വിജയിയാകാനുള്ള സാധ്യത കൂടും. ഇതിനകത്താണ് പ്രശ്നം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ മറ്റേ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്തെ കുറച്ച് ഗൈഡ് ലൈൻസ് ഞാൻ വായിക്കാം കേട്ടോ. യു കാൺഡ് ഇൻക്ലൂഡ് മോർ ദാൻ 5 മെൻഷൻസ് ഇൻ എ സിംഗിൾ കമൻറ്റ്. നിങ്ങൾക്ക് ഒരു സിംഗിൾ കമൻറ്റിൽ 5-ൽ കൂടുതൽ ആളുകളെ മെൻഷൻ ചെയ്യാൻ സാധിക്കില്ല. യു കാൺട്ട് ഇൻക്ലൂഡ് മോർ ദാൻ 30 ഹാഷ്ടാഗ്സ് ഇൻ എ സിംഗിൾ കമൻറ്റ്. 30-ലധികം ഹാഷ്ടാഗുകൾ ഒരു സിംഗിൾ കമൻറ്റിൽ നിങ്ങൾക്ക് ഇടാൻ സാധിക്കില്ല. യു കാൺട്ട് പോസ്റ്റ് ദ സെയിം കമൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. യു കാൺട്ട് പോസ്റ്റ് ദ സെയിം കമൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. നിങ്ങൾക്ക് ഒരേ കമൻറ്റ് ഒരുപാട് തവണ ഇടാൻ സാധിക്കില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അറിയണ്ടേ? അതും കാണിച്ചു തരാം. ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തരും, നിങ്ങളുടെ കമൻറ്റ് എററുമായിട്ട്. അന്നേരം ഇത് നമ്മുടെ കമൻറ്റ് ബാൻ ചെയ്തെന്നുള്ളതാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് ബാൻ ചെയ്തു എന്നുള്ളതാണ്. ഇത് എത്ര നാൾ ബാൻ ചെയ്യുന്ന പറയണ്ടേ? പറഞ്ഞുതരാം. Instagram action block, which can include comment ban, are usually temporarily, can last for few hours to few weeks. അതായത് കുറച്ച് മണിക്കൂറുകൾ മുതൽ കുറച്ച് ആഴ്ചകൾ വരെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള സാധനമാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാഗ്യപരീക്ഷണം നല്ലതാണ് സാറേ, പക്ഷെ അത് നോക്കിയും കണ്ടുമൊക്കെ ഭാഗ്യം പരീക്ഷിക്കണം. ഇല്ലെങ്കിൽ
700, 600, 500 അല്ലെങ്കിൽ 1000 ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് അടിച്ചു പോകും ഗൂയ്സ്. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ഇതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ഗിവ് അവേ തരാം നിങ്ങൾക്ക്, ഇപ്പോൾ ഒരാഴ്ചത്തെ ഗിവ് അവേ, അല്ലെങ്കിൽ ഈ 16 മണിക്കൂറത്തെ ഗിവ് അവേ, അല്ലെങ്കിൽ 32 മണിക്കൂറത്തെ ഗിവ് അവേ, അല്ലെങ്കിൽ ഒരു മാസത്തെ ഗിവ് അവേ, അല്ല ഓണത്തിന് വരുന്ന ഗിവ് അവേ, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാതെ. ചില പ്രത്യേക ഇനം ആളുകൾ വന്നിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ പാർട്ട്ണറിനെ ഫോളോ ചെയ്യുക, എൻ്റെ ബ്രാൻഡ് അംബാസഡറെ ഫോളോ ചെയ്യുക, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മയുടെ മോനെ ഫോളോ ചെയ്യുക, അവൻ്റെ ഇളയച്ചൻ്റെ മോനെ ഫോളോ ചെയ്യുക എന്നൊക്കെ വന്ന് കുറേ പേര് പറയും. അപ്പോൾ അവർ പറയുന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ 2M ഫോളോവേഴ്സ് ആകുന്നോ അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. ഈ 2M ഫോളോവേഴ്സ് ആകാൻ ഇപ്പോൾ അവന് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 600-700 കാണത്തുള്ളൂ. ഞാൻ കൃത്യമായി കാണിച്ചു തരാം. ഞാനൊരു ഇത് തന്നെ കാണിക്കാം. അദ്ദേഹത്തെ അപമാനിക്കുക, അവഹേളിക്കുക എന്നുള്ളതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. അദ്ദേഹം സത്യസന്ധമായിട്ട് ചെയ്തായിരിക്കും. പക്ഷേ ഈ 2M ഇച്ചിരി കൂടിപ്പോയി. ഞാൻ കാണിച്ചു തരാം. അല്ലെ നമ്മളെ ചാനലിൽ വെറും 6000 അടുത്ത് ഫോളോവേഴ്സ് ആയിക്കാളൂ. റാഫി കാണോത്ത് എന്നുള്ള എൻ്റെ ചാനലാണ്. അതൊന്ന് 1 മില്യൺ ആക്കി തരും. എന്നാൽ നിങ്ങൾക്ക് ഈ ജീപ്പ് അങ്ങ് കൊണ്ടുപോകാം. 6000 ഫോളോവേഴ്സ് നിലവിലുണ്ട്. അത് 1 മില്യൺ ആകുമ്പോൾ കൊടുക്കും. അത് ഓഗസ്റ്റ് ഏതൊരു ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിലേക്ക് അവരത് ആവത്തില്ല എന്ന് അവർക്ക് 100% ഉറപ്പാണ്. ഇനി അവരതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട സാധനം ഇത് ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കും കേട്ടോ. പുള്ളി കൊടുക്കണം എന്നുള്ള നല്ല മൈൻഡിൽ തന്നെ ചെയ്തായിരിക്കും. പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നൊരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഈ അടുത്ത് വാങ്ങി പണി കഴിപ്പിച്ച വണ്ടിയാണിത്. ഇതാണ് ഞങ്ങൾ ഗിവ് അവേ തരുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പേജ് ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, പിന്നെ 3 പേരെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. 2024 ഓഗസ്റ്റ് 23 ഫ്രൈഡേ 5 PM നമ്മുടെ ചാനൽ 1 മില്യൺ ഫോളോവേഴ്സ് ആയാൽ ലൈവിൽ വന്ന് ജീപ്പിൻ്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നതാണ്. ഇതാവാൻ പോകുന്നില്ലേ 6000 അവിടെ കിടക്കുന്നു, 1 മില്യൺ അവിടെ കിടക്കുന്നു. ഇനി ഇതല്ലാതെ ഇത് അല്ലാതെ 1 ലക്ഷമായ ഇത്ര ഫോളോവേഴ്സ് ആയില്ല ഇത് ഇങ്ങനത്തെ ഗിഫ്റ്റ് എന്നൊക്കെ ഇവർ കുറേ പറയുന്നുണ്ട് കേട്ടോ. ഈ പുള്ളിക്ക് 6000 പറഞ്ഞ് നിലവിൽ ഈ പുള്ളിയുടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ 26.4K ഫോളോവേഴ്സാണ്. ഇതുപോലെ കുറേ പേര് നമ്മൾ കാണുന്നുണ്ട് നമ്മൾക്ക് ചുറ്റും. അപ്പോൾ ഈ ഗിവ് അവേയിലൊക്കെ പങ്കെടുക്കുന്ന നിങ്ങളുടെ അക്കൗണ്ട് അടിച്ചു പോകാത്ത രീതിയിൽ ഇതിനെല്ലാം കൊണ്ട് കമൻറ്റ് മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഭാഗ്യം പരീക്ഷിച്ചോളൂ. വാരിക്കോരി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഭാഗ്യം കൂടെ ദുശകനുമായിട്ട് വന്നിരിക്കും. നിങ്ങളുടെ ഉള്ള അക്കൗണ്ടും കൂടെ അടിച്ചു പോകും ഗുയ്സ്. എനിക്ക് ഞാൻ മറ്റേ ഒരു ഇത് പങ്കെടുത്ത് ബാൻ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചല്ലോ. നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ എന്തെന്ന് മനസ്സിലായിട്ട് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് കമൻറ്റ് കിട്ടി മനസ്സിലായി സന്തോഷത്തോടെ ഇരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.